ശ്രീ കെ എം സച്ചിൻ ദേവ്, അങ്ങക്ക് 9 മിനിറ്റ്. സർ, ഞാൻ ഈ ബജറ്റിനെ പിന്തുണയ്ക്കുകയാണ്. കേരളത്തിൻ്റെ സർവ്വമേഖലയിലും സമഗ്രതയാർന്ന വികസനത്തിന് വലിയ പിന്തുണ നൽകുന്ന വിധത്തിലാണ് കേരളത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സർ, എൻ്റെ ജില്ലയായ കോഴിക്കോട് ജില്ലയിൽ നഗരമേഖലയുടെ യാത്രാ സൗകര്യം വിപുലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ലൈറ്റ് മെട്രോ പദ്ധതി ഉൾപ്പെടെ ഈ ബജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർ, എൻ്റെ മണ്ഡലത്തോട് ചേർന്നുള്ള പ്രദേശമായ പെരുവണ്ണാമുഴിയിൽ ടൈഗർ സഫാരി പാർക്ക് നിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതിയുടെ പ്രഖ്യാപനവും ഈ ബജറ്റിൻ്റെ ഭാഗമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന വിധത്തിൽ സമഗ്രതയാർന്ന ഒരു ബജറ്റ് സാമ്പത്തികമായ ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന സന്ദർഭത്തിലും അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഒട്ടേറെ വികസന മുന്നേറ്റങ്ങൾക്ക് ദിശാവെളിച്ചം പകരാൻ കഴിയുന്ന വിധത്തിൽ ഈ ബജറ്റ് കേരളത്തിൽ നടപ്പിലാകുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ലോകോത്തര നിലവാരത്തിലുള്ള വികസന കാര്യങ്ങളോട് കിടപിടിക്കാൻ കഴിയാകുന്ന നാടായി നമ്മുടെ കേരളം മാറും. സർ, ഈ ബജറ്റിനെ ശക്തിയോടുകൂടി എതിർക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തികമായ പരിമിതിയിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റ് ഏറ്റവും നല്ല നിലയിൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളെ ഏറ്റെടുക്കാൻ വഴിവെളിച്ചമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കേരളത്തിൻ്റെ ബജറ്റിനെ എതിർക്കുക എന്നുള്ള സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 8-ാം തീയതി രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഉജ്ജ്വലമായ ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരത്തിന് ആധാരമായ സന്ദർഭത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ തകിടം മറിച്ച് രാജ്യത്തിൻ്റെ എല്ലാ സവിശേഷതകളെയും ഇല്ലാതാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയസമീപനത്തെ രാജ്യത്തിൻ്റെ മുന്നിൽ തന്നെ തുറന്നു കാണിക്കുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷം ആ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരളത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സാമ്പത്തിക ഉപരോധം കേരളത്തിൻ്റെ വികസനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ കൂടി ഭാഗമായാണ്. കേരളത്തിനെതിരായി വലിയ രൂപത്തേക്കുള്ള സാമ്പത്തിക ഉപരോധം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് അതിശക്തമായൊരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകേണ്ട സന്ദർഭത്തിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെട്ട സമരത്തോട് പ്രതിപക്ഷം സ്വീകരിച്ച സമീപനത്തെ സംബന്ധിച്ച് ഇവിടെ നാം വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അവിടെ അതിശക്തമായ സമരം നടക്കുമ്പോൾ ഡൽഹിയുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആ സമരത്തിൻ്റെ ഭാഗമാകുന്നു. പഞ്ചാബിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഭഗവത് മാൻ ആ സമരത്തിൻ്റെ ഭാഗമാകുന്നു. തമിഴ്നാടിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആ സമരത്തിൻ്റെ ഭാഗമാകുന്നു. ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ആ സമരത്തിൻ്റെ ഭാഗമായി മാറുന്നു. എന്തിനേറെ പറയുന്നു, കോൺഗ്രസിൻ്റെ മുൻകാല സമുന്നതനായ നേതാവ് കപിൽ സിബൽ, അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ കൂടിയാണ്, അദ്ദേഹം ഉൾപ്പെടെ ആ സമരത്തിൻ്റെ ഭാഗമാകുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ കോൺഗ്രസിന് മാത്രം ആ സമരം എന്തിനാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. ഇവിടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ഇവിടെ കർണാടക ഡൽഹിയിൽ നടത്തിയ സമരം, ആ സമരവും കേരളം ഡൽഹിയിൽ നടത്തിയ സമരവും രണ്ടും രണ്ട് സമരമാണ്, രണ്ട് കാര്യങ്ങൾക്കുള്ള സമരമാണ്. അതുകൊണ്ട് കേരളത്തിലെ സമരത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന സമീപനമാണ് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അവിടെ ആ പ്രസ്താവനയുടെ ഭാഗമായി ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ കേരളം എങ്ങനെയെങ്കിലും ഒന്ന് തകർന്നു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് പ്രതിപക്ഷം ചില സമീപനങ്ങൾ സ്വീകരിക്കുകയാണ്. നാം കാണേണ്ടത്, ഈ വലിയ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിൻ്റെ സന്ദർഭത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചങ്കുറപ്പോടുകൂടി അധികാര കേന്ദ്രത്തിൻ്റെ മുന്നിൽ ചെന്ന് സമരം നടത്തി ധീരമായി പോരാടിയ ഒരു പോരാളിയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷയായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നമ്മുടെ മുന്നിലുള്ളത്. ആ വലിയ പ്രക്ഷോഭത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. വലിയ ശൈത്യ കാലമാണെങ്കിലും അവിടെ പ്രതികൂലമായ കാലാവസ്ഥയുണ്ടായിട്ടും കേരളത്തിലെ MLA-മാർ, കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന MP-മാർ എല്ലാവരും ഒന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരെ സമരം നടക്കുകയുണ്ടായി. ആ സമരത്തോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താണ്? ഇത് കേരളത്തിന് ഭൂഷണമായ സമീപനമാണോ?
നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഇവിടെ ഞങ്ങൾ എന്തിന് കേന്ദ്രത്തിനെതിരായി സംസാരിക്കണം. ഇന്ന് രാവിലെ ഈ അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം ശ്രദ്ധിച്ചു, ഞങ്ങൾ എന്തിന് കേന്ദ്രത്തിൻ്റെ സമീപനത്തിനെതിരായി ഇവിടെ സംസാരിക്കണമെന്ന്. നാം കാണേണ്ടത് പ്രതിപക്ഷ നേതാക്കന്മാർ മുമ്പും കേരളത്തിനുണ്ടായിട്ടുണ്ട്. നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ 57 മുതൽ കേരളത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ വിവിധ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചവരുണ്ട്. PT ചാക്കോ, K കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ ആദരവോടുകൂടി അംഗീകരിച്ചവരാണ് ഞങ്ങളെല്ലാവരും. അന്ന് കേരളത്തിന്റെ പൊതുകാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ, കേരളത്തിന്റെ പൊതുവിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഏത് സമരത്തിന് മുന്നിലും പോകാനും ഏത് അധികാരികളുടെ മുന്നിൽ വന്ന് ഈ കാര്യം അവതരിപ്പിക്കാനും സന്നദ്ധത പ്രകടിപ്പിച്ച പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ട നാടാണ് നമ്മുടെ കേരളം. ഭൂതകാല അനുഭവങ്ങളിൽ ഞങ്ങൾ LDF, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ പൊതുപ്രശ്നങ്ങളിൽ എല്ലാ കാലത്തും ഭരണകക്ഷിയോട് അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ മുല്ലപ്പെരിയാർ, റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവ ധരിപ്പിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയോടൊപ്പം പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയ അനുഭവം നമ്മുടെ കേരളത്തിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സന്നദ്ധമായ പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ട നാടാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിൽ ഇന്ന് ഈ വർത്തമാന കാലയളവിൽ എന്തുകൊണ്ടോ നമ്മുടെ പ്രതിപക്ഷം യോജിച്ച നിലയിൽ കേരളത്തിന്റെ പൊതുപ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധമാകുന്നില്ല എന്ന് നമ്മൾ കാണണം. എന്തിന് 2004 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 അന്ന് അതിശക്തമായ ഒരു ആരോപണം അന്നത്തെ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായി ഉയർന്നു വന്നു. അന്ന് പ്രതിപക്ഷത്തിന്റെ സമീപനം എന്തായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അതേ കാലയളവിലാണ് ഇവിടെ സുനാമി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. 2004 അതിശക്തമായ നിലയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായി വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമെല്ലാം ഈ കേരളത്തിന്റെ തെരുവിൽ നടന്നിരുന്ന അതേ കാലത്ത്, ആ കാലത്തിനപ്പുറത്ത് ഇവിടെ സുനാമി ദുരന്തമായി കേരളത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി. അത്തരമൊരു സന്ദർഭത്തിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷം അന്ന് സ്വീകരിച്ച സമീപനം എല്ലാ വിധത്തിലുമുള്ള സമരങ്ങളും അവസാനിപ്പിച്ച് ദുരന്തമുഖത്തുള്ള കേരളത്തെ സംരക്ഷിക്കാൻ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത പ്രതിപക്ഷ നേതാവാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിലുണ്ടായിരുന്നത്. അന്നത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇന്ന് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് ദുരന്തമുഖത്തകപ്പെട്ടുപോയ നമ്മുടെ കേരളത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ എല്ലാ CPIM-ന്റെ പ്രവർത്തകരും അണിനിരക്കണമെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയുടെ സെക്രട്ടറി അന്ന് സഖാവ് പിണറായി വിജയനായിരുന്നു. അങ്ങനെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ സമീപനം, ആ സമീപനത്തെ കേരളം സ്വാഗതം ചെയ്തു. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ സമീപനം കേരളം എങ്ങനെയെങ്കിലും തകർന്നു കാണണമെന്ന സമീപനം ഇന്ന് സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ മാത്രമല്ല സാർ, കിഫ്ബിയുടെ കാര്യത്തിൽ ഇന്ന് കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും വികസന അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാണല്ലോ കിഫ്ബി. ആ കിഫ്ബിയുടെ കാര്യത്തിൽ ആരാണ് കിഫ്ബിക്കെതിരായി കോടതിയിൽ കേസിന് പോയത്? ഈ പ്രതിപക്ഷമല്ലേ? പ്രതിപക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ട മൂവാറ്റുപുഴ അംഗം അദ്ദേഹമാണ് കോടതിയിൽ കിഫ്ബിക്കെതിരായി കേസ് ഫയൽ ചെയ്ത് ആ കേസ് നടത്താൻ മുന്നിലുണ്ടായിരുന്നത്. കേരളത്തിലെ UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് ഭവന പദ്ധതി പിരിച്ചുവിടും, അട്ടിമറിക്കും, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് UDF-ന്റെ കൺവീനർ MM ഹസനാണ്. അങ്ങനെ എത്രയേറെ ഉദാഹരണങ്ങൾ. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ K-ഫോൺ പദ്ധതി മുടക്കാൻ കേസുമായി കോടതിയിൽ പോയത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ സൂചിപ്പിച്ചു, പ്രതിപക്ഷ നേതാവിന് പബ്ലിസിറ്റി മാനിയ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ നിലയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുന്നണിയായി UDF മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വികസനത്തിന്റെ പുതിയ സങ്കല്പങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും കരുത്തു പകരുന്ന ഒരു ബജറ്റായി ഈ ബജറ്റ് മാറുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ബജറ്റിനെ പിന്തുണയ്ക്കുകയാണ്.